ഗോസ്പൽ നിസിയുടെ വേർഡ് ആൻഡ് പ്രയർ എന്ന ഈ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മഴ പെയ്തിറങ്ങുന്ന ഒരു സായാഹ്നവേള പേടിയും ഉറക്കമില്ലായ്മയും കൊണ്ട് വളരെ ക്ഷീണിതയായിരിക്കുന്ന സ്നേഹ ഹോസ്റ്റൽ മുറിയിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. മേശയിൽ തുറന്നു കിടക്കുന്ന പുസ്തകങ്ങൾ അത് അവളെ നോക്കി പല്ലടിച്ച് ചിരിക്കുന്നു, അവളെ കളിയാക്കുന്നു എന്നുപോലും ഇപ്പോൾ സ്നേഹയ്ക്ക് തോന്നിത്തുടങ്ങി. അടുത്ത ആഴ്ച പരീക്ഷയുടെ ഫലം വരും. ഈ വർഷം അവൾക്ക് ശരിയായ രീതിയിൽ പഠിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പഠനത്തിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ അവൾ കഴിഞ്ഞില്ല. അവളുടെ മടി കൊണ്ടൊന്നുമല്ല, കാരണം അവളുടെ വീട്ടിലെ പ്രാരാബ്ധങ്ങൾ മാത്രമല്ല, അവളുടെ പിതാവിൻ്റെ രോഗം. പാർട്ട് ടൈം ജോലി ചെയ്തിട്ടാണ് കുടുംബം പോറ്റുന്നതും അവളുടെ പഠനത്തിന് ആവശ്യമായ പണമുണ്ടാക്കുന്നതൊക്കെ ഈ പാർട്ട് ടൈം ജോലി ചെയ്തിട്ടാണ്. അതിനിടയിലുള്ളതായ ഭാരിച്ചതായ പഠനം, ഇതെല്ലാം കൊണ്ടും അവൾ മാനസികമായി വളരെ ക്ഷീണിതയാണ്. അവൾ അറിയാതെ തന്നെ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. ആ കണ്ണുനീര് തുറന്നു വെച്ചിരിക്കുന്ന പുസ്തകത്തിൻ്റെ താളുകളിൽ വീണ് അത് അവിടെ ചിഹ്നിച്ചത്. ഈ പരീക്ഷയിൽ ഞാൻ തോറ്റാൽ എനിക്ക് ഇയർ ബാക്ക് ഉണ്ടാവും. മാത്രമല്ല, തൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിയുവാൻ കഴിയും. വിദേശ പഠനവും മാത്രമല്ല, തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും താനിങ്ങനെ വളരെയധികം ചിന്തിച്ച് താൻ വലിയ മനക്കോട്ടകൾ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം തകർന്നടിയുവാനിടയാണ്. അത് അവൾക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. അവളിങ്ങനെ കരഞ്ഞലങ്ങിയ മുഖവുമായി കണ്ണുനീർ ചാലുകൾ കവിളുകളുടെ ഒഴുകിയിറങ്ങുന്നുണ്ട്. പെട്ടെന്ന് ആരോ തള്ളിവിട്ടതുപോലെ അവളുടെ റൂംമേറ്റായ ആൻസി റൂമിലേക്ക് കടന്നു. എന്നിട്ട് അവളുടെ കയ്യിലൊരു ബൈബിളുണ്ട്. ഈ ബൈബിൾ സ്നേഹയുടെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു, നീ ഇത് വായിക്കണം. ഇതിനകത്തുള്ളതായ വചനങ്ങൾ നിന്നോട് സംസാരിക്കും. അതുമാത്രമല്ല, നിനക്ക് നഷ്ടമായിരിക്കുന്ന ബലവും ശക്തിയും ഓജസ്സുമെല്ലാം ഈ ബൈബിളിൽ നിന്ന് നിനക്ക് ലഭ്യമാകും. അവളത് മനസ്സോടെ ബൈബിൾ കയ്യിലേക്ക് വാങ്ങി. അലക്ഷ്യമായി തന്നെ അവൾ ബൈബിൾ മറച്ചു. പെട്ടെന്ന് ഒരു വാക്യം അവളുടെ കണ്ണുകളിൽ ഉടക്കി. അത് 106 സങ്കീർത്തനം 23 വാക്യമായിരുന്നു. ആകയാൽ അവരെ നശിപ്പിക്കുമെന്ന് അവൻ അരുളി ചെയ്തു. അവൻ്റെ വൃതനായ മോശ കോപത്തെ ശമിപ്പിക്കുവാൻ അവൻ്റെ സന്നിധിയിൽ പിളർപ്പിൽ നിന്നില്ലെങ്കിൽ അവൻ അവരെ നശിപ്പിച്ചു കളയുമായിരുന്നു. ഇസ്രായേലിന്റെ ദുഷ്പ്രവൃത്തി കാരണം ദൈവം ഇസ്രായേൽ ജനങ്ങളെ നശിപ്പിക്കുമെന്ന് തീരുമാനിച്ചപ്പോഴും മോശ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ ജനത്തിനും ദൈവത്തിനും ഇടയിൽ നിന്ന് മധ്യസ്ഥതയണച്ചു. അവൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ഇസ്രായേൽ ജനത്തെ മുഴുവൻ നാശത്തിൽ നിന്ന്, അഥവാ മരണത്തിൽ നിന്ന് ദൈവം രക്ഷിക്കുവാൻ ഇടയായിട്ടുണ്ട്. പാപത്തിന് ന്യായവിധിയുണ്ട്, പക്ഷേ ദൈവം കരുണയുള്ളവനാണ്. അവന് മുൻപാകെ കണ്ണുനീരോടുകൂടി കടന്നു ചെല്ലുന്ന ഏതൊരു വ്യക്തിയും തള്ളിക്കളയാതെ അവരെ സ്നേഹപൂർവ്വം കൈക്കൊള്ളുന്നവനാണ് ദൈവം. ഇത് അവളുടെ ഉള്ളിൽ വലിയ ചലനം സൃഷ്ടിച്ചു. സ്നേഹം എങ്ങനെ ചിന്തിച്ചു? മോശയുടെ പ്രാർത്ഥന നിമിത്തം ആയിരക്കണക്കിന് ജനത്തെ വിടുവിക്കുവാനായിട്ട് ദൈവത്തിന് കരുണ തോന്നിയെങ്കിൽ എൻ്റെ ഈ വിഷയത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിച്ചാൽ എന്തുകൊണ്ട് എൻ്റെ ഈ വിഷയത്തിന്മേൽ കർത്താവ് പ്രവർത്തിക്കുകയില്ല? അവൾ തീരുമാനമെടുത്തു. അവൾ കരഞ്ഞ് അറിയാവുന്ന ഭാഷയിൽ അവൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ശ്രദ്ധിക്കണേ, അവൾ വിശ്വസിച്ച് അവൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് സ്നേഹയുടെ റിസൾട്ട് വന്നു. ഫലം വരുന്ന ലിസ്റ്റിന് മുൻപിൽ അവളുടെ ഹൃദയം കുതിച്ചു ചാടി. അവൾ കണ്ണുകൾ തുറന്ന് ആ ലിസ്റ്റിലേക്ക് നോക്കി.
അവൾക്ക് സന്തോഷം കൊണ്ട് അവൾ തുള്ളിച്ചാടി. കാരണം ആ ലിസ്റ്റിൽ അവളുടെ പേരുണ്ടായിരുന്നു. അതായത് സ്നേഹ പാസ്സായി. സ്നേഹ ഉച്ചത്തിൽ കരഞ്ഞു. സന്തോഷമല്ല മാഞ്ഞു, ഉച്ചത്തിൽ കരഞ്ഞു. പക്ഷെ അത് നിരാശയുടെ കരച്ചിലായിരുന്നില്ല. ഇന്നലെ വരെ കരഞ്ഞ കരച്ചിലായിരുന്നു, അല്ലെങ്കിൽ ഇതിനു മുമ്പ് നിരാശയോട് കരഞ്ഞ കരച്ചിലായിരുന്നില്ല. അത് നന്ദി സൂചകമായ കണ്ണീരായിരുന്നു അവളുടെ കണ്ണുകളിൽ നിന്ന് തുളുമ്പി വന്നത്. ഒരു വിശ്വാസത്തിന്റെ തിരിച്ചു വരവായിരുന്നു അവളുടെ ഉള്ളിൽ. അവൾ അന്നു മുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിച്ചു. തൻ്റെ കുടുംബത്തിന് വേണ്ടി, തൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, അതുപോലെ ഉപേക്ഷിക്കപ്പെട്ട പാവങ്ങൾക്ക് വേണ്ടി, വഴിതെറ്റിയവർക്ക് വേണ്ടി, സമനില തെറ്റി നടക്കുന്നതായ ധാരാളം ചെറുപ്പക്കാർക്ക് വേണ്ടി, ചെറുപ്പക്കാരികൾക്ക് വേണ്ടി അവൾ നിരന്തരം പ്രാർത്ഥന ആരംഭിച്ചു. കാരണം അവളൊന്ന് മനസ്സിലാക്കിയിരുന്നു. ആകയാൽ അവരെ നശിപ്പിക്കുമെന്ന് അവരരുളി ചെയ്യുന്നു. തൻ്റെ വ്രതനായ മോശ കോപത്തെ ശമിപ്പിക്കുവാൻ അവൻ്റെ സന്നിധിയിൽ പിളർപ്പിൽ നിന്നില്ലെങ്കിൽ അവൻ അവരെ നശിപ്പിച്ചു കളയുമായിരുന്നു. സ്നേഹയ്ക്ക് മനസ്സിലായി, ഞാൻ ഇവർക്കെല്ലാം വേണ്ടി ഇടിവിൽ നിന്ന് മധ്യസ്ഥയണച്ചാൽ ഇവരൊക്കെ രക്ഷപ്പെടുവാൻ വേണ്ടിയാണ്. ആ നല്ല ഉദ്യമത്തെ ദൈവം മാനിച്ചു. അവളുടെ കൂട്ടുകാരെ പലരെയും കർത്താവ് രക്ഷിച്ചു. മാനസികമായി തകർന്നവർ, കുഴഞ്ഞവരും ചിന്നിയവരുമായവർ, അനാഥർ, പീഡിപ്പിക്കപ്പെട്ടവർ, അവരെല്ലാം കർത്താവ് രക്ഷിക്കാൻ ഇടയായി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കും ഇത് സാധിക്കും. നിങ്ങൾ ഏത് കാര്യത്തിൽ വിഷമിക്കുന്നു, ഏത് കാര്യത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നു, എന്താണ് നിങ്ങളുടെ വിഷയം? രോഗമാണോ? പഠിക്കാൻ കഴിയാത്ത അവസ്ഥയാണോ? ജോലി ഇല്ലായ്മയാണോ? അതോ ദൈവവുമായിട്ട് എടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണോ? നീ എല്ലാവരും തള്ളപ്പെട്ട ഒരു വ്യക്തിയാണോ? പ്രാർത്ഥിക്കുക, കർത്താവ് നിന്നെ രക്ഷിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കണ്ണുകൾ അടയ്ക്കാം, തലമണക്കാം, എന്നോട് ചേർന്ന് നിങ്ങൾക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ പലപ്പോഴും ഇസ്രായേൽ ജനത്തെ പോലെ വഴിതെറ്റി ഞങ്ങളുടെ വാക്കുകളിലും ചിന്തകളിലും പ്രവൃത്തികളിലും നിന്ന് അങ്ങേ പലപ്പോഴും വേദനിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിച്ചവരാണ്. ഞങ്ങൾ നിന്നോട് പാപം ചെയ്തവരാണ്. ഞങ്ങൾ ഇന്ന് നിരാശയുടെ അനുഭവത്തിലാണ്. എന്നാൽ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ രക്ഷിക്കാനായിട്ട് കഴിയും. മോശ ജനങ്ങൾക്ക് വേണ്ടി അങ്ങയെ സമീപിച്ചതുപോലെ ഇന്ന് ഞാൻ ഈ ജനത്തിന് വേണ്ടി മധ്യസ്ഥ ചെയ്യുകയാണ്. പ്രിയ പിതാവേ, ആ സഹോദരിയെ, ആ സഹോദരനെ, ആ മാതാവിനെ, ആ പിതാവിനെ ആ രോഗത്തിൽ ഒടിവിക്കണമേ. ആ സമാധാനമില്ലായ്മയിൽ ഒടിവിക്കണമേ. താർക്കപ്പെട്ടതായ കുടുംബജീവിതത്തിൽ നിന്ന് രക്ഷിക്കണമേ കർത്താവേ. ജോലിയില്ലാതെ വിഷമിക്കുന്നല്ലോ, കടഭാരത്താൽ കഷ്ടപ്പെടുന്നല്ലോ, ആത്മഹത്യ മാത്രമേ അവരുടെ മുൻപിലുള്ളൂ കർത്താവേ. എന്നാൽ അവരെ നീ അതിൽ നിന്ന് വിടുവിക്കണമേ. ആത്മഹത്യ തെറ്റാണെന്നും പാപമാണെന്നും ആത്മഹത്യ കൊണ്ട് ഒന്നിന് പരിഹാരമല്ലെന്നും കർത്താവ് മനസ്സിലാക്കി അവർ മടങ്ങി വരുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥി. ആ സഹോദരി അനുഗ്രഹിക്കണമേ, ആ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ കർത്താവേ. അവരുടേതായ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നതായ വിഷയങ്ങൾക്ക് ഇന്ന് ഈ നിമിഷം അതൊരു പരിഹാരമാകട്ടെ കർത്താവേ. ആ രോഗത്തെ സൗഖ്യമാക്കണമേ കർത്താവേ. ആ മാനസിക വിഷമത്തെ മാറ്റണമേ കർത്താവേ. ആ ഉറക്കമില്ലായ്മ, നിരാശയുടെ അനുഭവങ്ങൾ, എന്തു ചെയ്യണം, എങ്ങോട്ട് പോകണം, ആരോട് പറയണമെന്ന് വിഷമിച്ചിരിക്കുന്ന ആ സഹോദരിയെ, ആ സഹോദരനെ, കർത്താവെ, മാതാവിനെ, പിതാവിനെ, ആ കുഞ്ഞിനെ നിരീക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് മുതൽ അങ്ങയുടെ തിരിഹിത പ്രകാരം ജീവിക്കുവാൻ ഇവരേവരെയും അങ്ങ് സഹായിക്കുമാറാകണമേ. അവരുടെ പഠനം പൂർത്തീകരിക്കപ്പെടുവാരുടെ ആകട്ടെ. അവരുടെ കടമെല്ലാം മാറട്ടെ കർത്താവെ. അവരുടെ ഫീസെല്ലാം കൃത്യമായിട്ട് അടയ്ക്കുവാൻ അവർക്ക് സഹായിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ എല്ലാ ഭാരവും, എല്ലാ നിരാശയും നീക്കി ഈ ദിവസങ്ങളിൽ സന്തോഷവും സമാധാനം അവരുടെ കൊടുക്കണമേ. ശരിയായ ഉറക്കം നീ കൊടുക്കണം. ശരിയായിട്ടുള്ളതായ കർത്താവെ, ജീവിതത്തെക്കുറിച്ചുള്ളതായ നല്ലൊരു ധാരണ നീ അവർക്ക് കൊടുക്കണം. ദൈവവുമായ നല്ലൊരു ബന്ധത്തിലേക്ക് അവർ കടന്നു വരട്ടെ കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തുതിക്കുന്നു. ഇവരേവരും നീ അനുഗ്രഹിച്ചതിനെ സ്തുതിക്കുന്നു. അവരുടെ ക്ഷേത്രത്തിന് മേലൊക്കെ പ്രവർത്തിച്ചിരിക്കാൻ സ്തുതിക്കുന്നു. സകലവും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപ തോന്നി കേൾക്കണം പിതാവേ. ആമേൻ. കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കും. ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഈ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. പുതിയ ഒരു വീഡിയോയുമായിട്ട് കൂടി കാണുന്നവരെയും കർത്താവ് നമ്മെവരെയും സഹായിക്കുമാറാകട്ടെ.